മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരി സന്തോഷത്തോടുകൂടെ ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും ഈ പ്രഭാത വിരുന്നിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മനോഹരമായൊരു പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നല്ല ഒരു രാത്രി, നല്ലൊരു വിശ്രമം കഴിഞ്ഞ് ഈ പ്രഭാതം കണ്ട് ഉണരുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകി. ഈ ദിവസത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ചാവറപിതാവിൻ്റെ ഒരു വചനം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. മാതാപിതാക്കളെ, ദൈവം സൂക്ഷിപ്പാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിധികളാണ് നിങ്ങളുടെ മക്കൾ. നമുക്ക് ഈ പ്രഭാതത്തിൽ ആ ഒരു വചനത്തെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. വിശുദ്ധ ചാവറപിതാവിൻ്റെ വചനമാണ്. മാതാപിതാക്കളെ, തമ്പുരാൻ സൂക്ഷിപ്പാനായിട്ട് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിധികളാണ് നിങ്ങളുടെ മക്കൾ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ഈ പ്രഭാതത്തിൽ നന്ദി പറയാം. ദൈവം നൽകിയ വലിയ ദാനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെയൊന്നും അല്ല, ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുത്ത മക്കളെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നന്ദിയോടുകൂടെ നമുക്ക് ദൈവത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാം. പരിശുദ്ധ അമ്മ, അതുപോലെ തന്നെ ഔസേപ്പിതാവ്, അവർക്കൊക്കെ 100% ബോധ്യം ഉണ്ടായിരുന്നു. തങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈശോ തങ്ങളുടെ കുഞ്ഞല്ല, അത് ദൈവത്തിൻ്റെ കുഞ്ഞാന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു ഔസേപ്പിതാവിന്. പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അമ്മയും ഔസേപ്പിതാവും എല്ലാം കരുതലോടെ കരങ്ങളിലെടുത്തത് ദൈവം നൽകിയ കുഞ്ഞായിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇത് തന്നെയാണ് നമ്മൾ ഓരോ കുഞ്ഞിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ദൈവം നമുക്ക് നൽകിയ നിധികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള കൃപ നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് നേടാം. പരിശുദ്ധ അമ്മയെയാണ് പിതാവായ ദൈവം വിശ്വസിച്ച് തൻ്റെ ഓമനപുത്രനെ ഏൽപ്പിച്ചത്. ആ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് യാചിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ കുഞ്ഞുങ്ങളെ, വരുന്ന തലമുറയെ വിശുദ്ധിയിൽ വളർത്താനുള്ള അഭിഷേകം നമുക്കെല്ലാവർക്കും അമ്മ തന്നെ വാങ്ങി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ മക്കളെല്ലാം സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നിയോഗമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് അർപ്പിക്കാം. തമ്പുരാൻ നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച ഓരോ കുഞ്ഞും വിശുദ്ധിയിൽ വളരുവാൻ പറ്റിയ സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ എല്ലാ മാതാപിതാക്കൾക്കും കൃപ ലഭിക്കുവാൻ വേണ്ടി ഓരോ കുടുംബത്തിലും സമാധാനവും ശാന്തി സന്തോഷവും നിറയുവാനായിട്ട് നിയോഗമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മക്കളെയും നന്ദിയോടുകൂടി ദൈവകരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവിൻ്റെ
കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം അത് മനസ്സിലാക്കുവാനായിട്ട്, ആ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിയുവാനായിട്ട്, ആ ഹൃദയത്തിൽ പതിഞ്ഞ ആ വചനം മുള പൊട്ടി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കൃപ തരണമേ എന്ന് യാചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു ജ്വലനം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ തിരുവചനം ശ്രവിക്കാം. സങ്കീർത്തനങ്ങൾ 127 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. സങ്കീർത്തനം 27 3 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗരകവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ, ചാവറപിതാവിൻ്റെ വാക്കുകൾ, സൂക്ഷിപ്പാനായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച നിധികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം എപ്പോഴും. ദൈവം വിശ്വസിച്ച് നമ്മെ ഏൽപ്പിച്ച നിധിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം പറയുന്ന വചനമുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുക്കുന്നതാണ് ഓരോ കുഞ്ഞും. ഓരോ കുഞ്ഞും ആദ്യം ജനിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. ആ കുഞ്ഞിൻ്റെ മുഖം അങ്ങനെ ആയിരിക്കുവാൻ, ആ കുഞ്ഞിൻ്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കുവാൻ, അത് ആരെല്ലാം കൂടി ചേർന്നാൽ അതേ രൂപം, കർത്താവ് വിഭാവനം ചെയ്ത അതേ രൂപം, അതേ ഭാവം, അതേ സ്വഭാവം അതുണ്ടാകുമെന്ന് ആയിരക്കണക്കിന് മാതാപിതാക്കളെ പരിശോധിച്ച് നോക്കിയിട്ടാണ് ദൈവം ഒരു കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിൻ്റെ അപ്പനെയും അമ്മയും തിരഞ്ഞെടുക്കുക. താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ കുഞ്ഞിന് ജന്മം നൽകി, താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ കുഞ്ഞിനെ വളർത്തുമെന്ന് ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ദൈവം ആ കുഞ്ഞിനെ നമ്മുടെ കരങ്ങളിൽ കൊണ്ട് ഏൽപ്പിക്കുക. പലപ്പോഴും നമ്മളത് മറന്നുപോകും. നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞാണ്. അത് പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയിലേക്ക് നയിക്കും. എന്നാൽ പരിശുദ്ധ അമ്മയെപ്പോലെ, വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ തിരിച്ചറിയുക, ഈ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞല്ല, ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ കുഞ്ഞിന് ഏറ്റവും ചേർന്ന മാതാപിതാക്കൾ ഞങ്ങളാണെന്ന് തമ്പുരാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളെ ഈ കൊച്ചിനെ ഏൽപ്പിച്ചത്. ഈ ബോധ്യം പലപ്പോഴും നമുക്കുണ്ടാകണം. പലപ്പോഴും നമ്മൾ ബാഹ്യമായ കണ്ണുകൾ കൊണ്ടൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ചില അംഗവൈകല്യമുണ്ടാവാം, ബുദ്ധിയിൽ വൈകല്യങ്ങളുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കുറവുമുള്ള കുഞ്ഞല്ല. നിറവുള്ള കുഞ്ഞുങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചതൊന്നും കുറവുള്ളവരല്ല. ആ കുഞ്ഞ് ആ സമയത്ത് ഈ ലോകത്ത് ആയിരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിലൂടെ ദൈവത്തിന് ഒത്തിരിയേറെ കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിക്കുവാനുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ ആരുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ ദൈവത്തിൻ്റെ കുഞ്ഞെന്ന പോലെ കുഞ്ഞിനെ സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി അതിനെ വളർത്തി ദൈവം ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അനേകായിരം മാതാപിതാക്കളിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് ആ മാതാവും പിതാവും. ഈ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുത്ത്, കരുതൽ കൊടുത്ത്, തിരുത്തേണ്ടത് തിരുത്തി, ആ കുഞ്ഞിന് ആവശ്യമായ ആത്മീയ ഭോജ്യം നൽകി ദൈവത്തിൻ്റെ കുഞ്ഞിനെ പോലെ വളർത്താൻ വേണ്ടി ഈ ബോധ്യം നമുക്കുണ്ടാകണം. ഈ പ്രഭാതത്തിൽ സങ്കീർത്തകൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്, സന്താനം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മറക്കരുത്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈ കുഞ്ഞുങ്ങളെ നമ്മളെ വിശ്വസിച്ച് പരമേൽപ്പിച്ച ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയാം.
എന്നിട്ട് എത്ര വിശുദ്ധിയോടുകൂടി വേണം ആ കുഞ്ഞിനെ നമ്മൾ പരിപാലിച്ച് വളർത്തേണ്ടതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ബാലാമണി അമ്മയുടെ ഒരു കവിതയുണ്ട്, അമ്മ എന്നുള്ളൊരു കവിതയുണ്ട്. ഒരു കുഞ്ഞ് തൊട്ടിൽ കിടന്നിങ്ങനെ കരയുകയാണ്. അമ്മ അടുക്കളയിൽ എന്തൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിലാണ് ഈ കൊച്ചു കരയുന്ന സ്വരം കേൾക്കുക. ഈ അമ്മ ഓടി ചെല്ലി എടുക്കാനായിട്ട്. അങ്ങനെ ആ തൊട്ടിയിൽ കരയുന്ന കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മുഖത്തുള്ള നിഷ്കളങ്കത, ആ പ്രകാശം, അത് കണ്ടപ്പോൾ ഈ അമ്മ സ്വയം തന്നിലേക്ക് തന്നെ നോക്കുക, തൻ്റെ കൈകളിലേക്ക് നോക്കുക. എന്നിട്ട് പറയുകയാണ്, എങ്ങനെ ഇത്രയും നിർമ്മലമായൊരു കുഞ്ഞിനെ എൻ്റെ അശുദ്ധമായ കരങ്ങൾ കൊണ്ട് എങ്ങനെ ഞാൻ എടുക്കും? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയോടുകൂടെ വളർത്തേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം. ആ കുഞ്ഞിന് ആവശ്യമായത് ദൈവത്തിൻ്റെ കുഞ്ഞായതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന എന്നുള്ള ബോധ്യത്തിൽ തമ്പുരാനോട് ചോദിച്ചിട്ട് വേണം ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടാനായിട്ട്. എത്രയോ വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവർക്ക് ദൈവങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന അതേപടി അവർ അനുകരിക്കുന്നത് കണ്ടിട്ടില്ലേ? ചില പെൺകുച്ചുങ്ങൾ ഇങ്ങനെ തോർത്തൊക്കെ സാരി പോലെയൊക്കെ ഉടുത്ത് അഭിനയിക്കുന്നത് കണ്ടിട്ടില്ലേ? അടുക്കളയിൽ കുക്ക് ചെയ്യുന്നത് പോലെ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് കണ്ടിട്ടില്ലേ? ചില ആൺകുട്ടികൾ അപ്പൻ്റെ ഷേവിങ് സെറ്റ് എടുത്ത് മുഖത്തിങ്ങനെ ഷേവ് ചെയ്യാൻ നോക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങളിങ്ങനെ അന്ധമായിട്ട് അനുകരിക്കുക. കാരണം അവരുടെ കണ്ണിൽ നമ്മളൊക്കെ ദൈവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു കളങ്കം ചേരുവാനായിട്ട് ഒരിക്കലും ഇടയാക്കരുത്. ചാവറപ്പിതാവിൻ്റെ തന്നെ മറ്റൊരു വചനമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതി അശുദ്ധമായ സംഭാഷണങ്ങളൊന്നും ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറയരുത്. അവന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ ആ കൊച്ചിങ്ങനെ ഒബ്സർവ് ചെയ്തെടുക്കും. മെഴുകിൽ പതിയുന്നത് പോലെ നമ്മുടെയൊക്കെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ പതിയും. ചാവറപ്പിതാവ് ശക്തമായിട്ട് പറയുകയാണ്, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ കരുതി അരുതാത്ത വാക്കുകളൊന്നും കുഞ്ഞുങ്ങളുടെ ആ അടുത്ത് നിന്ന് പറയരുത്. വിശുദ്ധിയോടുകൂടെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് ചാവറപ്പിതാവ് നമ്മൾ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയുള്ളവരാവാം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച് നമ്മുടെ ഒരു ദുർമാതൃക കൊണ്ട് ആ കുഞ്ഞ് നശിക്കാനിട വരരുത്. നമ്മുടെ ഒരു കരുതലിൻ്റെ കുറവ് കൊണ്ട് ആ കൊച്ചിന് തെറ്റുപറ്റരുത്. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. തിരുത്തേണ്ടത് ആ കൊച്ചിനെ വിശുദ്ധിയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കണം. പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത് പ്രോത്സാഹിപ്പിക്കണം. തമ്പുരാൻ്റെ വചനം കൊടുത്ത് പഠിപ്പിക്കണം. കാരണം ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഈ ഒരു ബോധ്യം ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തമ്പുരാൻ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവിൻ്റെ ശക്തമായൊരു വചനമുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണയ്ക്ക് നീ കാരണമാകുന്നുവെങ്കിൽ അതിലും നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ ചാടുന്നതാണ്. നമ്മുടെയൊക്കെ കുഞ്ഞ് വഴിതെറ്റുവാനായിട്ട് ഒരിക്കലും നമ്മൾ ഇടയാക്കരുത്. ഇവിടെയാണ് കുടുംബ പ്രാർത്ഥനയുടെയൊക്കെ മഹത്വം മനസ്സിലാക്കുക. വൈകുന്നേരം അപ്പനും അമ്മയൊക്കെ ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥനയിൽ നിന്നൊക്കെ കണ്ടു പഠിക്കുന്ന കുഞ്ഞിൻ്റെ ഉള്ളിൽ അത് പതിയും. അതൊന്നുമില്ലാതെ കുടുംബ പ്രാർത്ഥന കൊച്ചുങ്ങൾക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ട് മാറി നിൽക്കുമ്പോൾ അതൊക്കെ ആ കൊച്ചുങ്ങൾ മാതൃകയായിട്ട് എടുക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ഒരു വലിയ കടമ അതിൻ്റെ വിശുദ്ധിയിൽ നിറവേറ്റുവാനുള്ള കൃപ നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ത്രിത്വേക ദൈവത്തോട് ചേർന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവത്തിൻ്റെ കൃപ യാചിച്ചുകൊണ്ട്, സ്വർഗത്തിലുള്ള സകല സ്വർഗവാസികളുടെയും മാധ്യസ്ഥ യാചിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ, നമ്മുടെയൊക്കെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരുടെ, നമ്മുടെ ഇടവക മധ്യസ്ഥയുടെ അല്ലെങ്കിൽ മധ്യസ്ഥൻ്റെ മധ്യസ്ഥ നമുക്ക് യാചിക്കാം. നമ്മുടെ കാവൽ മാലാഖമാർ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. ഈ ഒരു ദിവസം നമ്മൾ വായിച്ചു കേട്ട ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനാണ്, പ്രത്യേകിച്ചും വരുന്ന തലമുറയെ കർത്താവിന് സ്വീകാര്യമായ രീതിയിൽ വളർത്താനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മെ
ഇന്നത്തെ ദിവസത്തെ നമ്മുടെ മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ ഈശോയെ വളർത്തിയതുപോലെ, വിശുദ്ധ ഔസേപ്പ് പിതാവ് ഈശോയെ വളർത്തിയതുപോലെ തിരുക്കുടുംബത്തിൻ്റെ ആ ഒരു ചൈതന്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാനായിട്ട് എല്ലാവരുടെയും മധ്യസ്ഥ നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ നമുക്ക് ഈ ഗുഡ്നസ് ടിവിയെ സമർപ്പിക്കാം, ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ സമർപ്പിക്കാം. ഈ ഒരു പ്രഭാത വിരുന്നിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന സകല മനുഷ്യരെയും, എത്രയോ മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ പ്രഭാതത്തിൽ ഇതുപോലെ വചനം നമ്മുടെ ചെവികളിൽ എത്തുവാനായിട്ട് ഇടയാക്കിയത്. നന്ദിയോടുകൂടി ഇതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയുടെ വിജയത്തിനായിട്ട് മരിയൻ കൂടാരങ്ങളിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഒപ്പം നമുക്കും ഈ ഒരു മിനിസ്ട്രിയുടെ ഭാഗമാവാം. ഒരു ജപമാല നമുക്കിന്ന് ഈ ഒരു മിനിസ്ട്രിയുടെ വിജയത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് തമ്പുരാൻ്റെ ഈ ഒരു വലിയ പദ്ധതിയിൽ നമുക്കും ഭാഗമാകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഈ അവസരത്തിൽ പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് പരിശുദ്ധ മാർപ്പാപ്പയോട്, എല്ലാ മെത്രാന്മാരോടും, സകല വൈദികരോടും, എല്ലാ സമർപ്പിതരോടും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മിഷണറിമാരോടും ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ല ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.